ജീവനൊടുക്കിയ കൗൺസിലർ തിരുമൽ അനിലിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ബി.ജെ.പി നേതൃത്വം വീണ്ടും വെട്ടിലായി എന്നത് നിസ്സംശയം പറയാം. നിക്ഷേപകന്റെ മകളുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമൽ അനിലിനെ വാർഡ് കമ്മിറ്റി ഓഫീസിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് അദ്ദേഹം മാസങ്ങളായി മാനസിക സംഘർഷത്തിലായിരുന്നു. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആവുന്നില്ലെന്നും താൻ പകുതിയായി മാറിയെന്നും പുറത്തുവന്ന ഓഡിയോ സംഭാഷണത്തിൽ അനിൽ പറയുന്നുണ്ട്. വീട്ടിലെല്ലാവരും ദുഃഖിതരാണെന്നും മക്കളെ ഒരു നിലയിലും ആക്കാനായില്ലെന്നും അനിൽ പറയുന്നുണ്ട്. നിക്ഷേപകന്റെ മകളോട് പോലീസിനെ സമീപിക്കാൻ നിർദ്ദേശിച്ച അനിൽ നിക്ഷേപകന് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുന്നതും ഫോൺ സംഭാഷണത്തിലുണ്ട്. മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും സഹായിക്കാമെന്നാണ് വാഗ്ദാനം. അനിലിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നിക്ഷേപകന്റെ കുടുംബം പോലീസിന് പരാതി നൽകിയത്. അതേസമയം പോലീസ് ഭീഷണിയാണ് അനിൽ ജീവനൊടുക്കാൻ കാരണമെന്നായിരുന്നു ബി.ജെ.പിയുടെ ആക്ഷേപം. ഞാനിന്ന് പൈസ അടയ്ക്കാമെന്ന് പറയുന്ന കുറെ പേരുടെ വീടുകളിൽ പോയി വന്നതാണ്. ബോർഡ് അംഗങ്ങളെയെല്ലാം ഞാൻ വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അമ്മയെ കൊണ്ട് CIയെ വിളിപ്പിക്കണം, എന്നെ അവിടുന്ന് ഒന്ന് വിളിപ്പിക്കട്ടെ. മാനസികമായി വല്ലാത്ത ഒരു സ്റ്റേജിലായിപ്പോയി. ഒന്നും കഴിച്ചില്ല. ഓണം കഴിഞ്ഞതോടെ ഒരു തിരിച്ചടവും വരാതായി. എന്റെ ശരീരമൊക്കെ പകുതിയായി. മക്കളും എങ്ങും എത്തിയില്ല. ചെറിയ കുട്ടികളല്ലേ. മോൾ എന്തായാലും നാളെ രാവിലെ അമ്മയെ കൊണ്ട് CIയെ വിളിപ്പിക്കണമെന്നാണ് തിരുമൽ അനിൽ ഫോണിൽ പറയുന്നത്. ചേട്ടൻ വിഷമിക്കേണ്ടെന്നും ഒറ്റയ്ക്ക് ടെൻഷൻ എടുത്ത് തലയിൽ വെക്കേണ്ടതില്ലെന്നും നിക്ഷേപകന്റെ മകൾ അനിലിനോട് തിരിച്ചും പറയുന്നുണ്ട്. ചേട്ടനല്ലല്ലോ പണം എടുത്ത് മറിച്ചതെന്നും ഒറ്റയ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ലെന്നും യുവതി പറയുന്നു. വലിയ സമ്മർദ്ദമുണ്ടായിട്ടും അനിലിന്റെ മുഖമോർത്തു മാത്രമാണ് തിടുക്കത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരുന്നതെന്നും യുവതി പറയുന്നു. പണം തിരികെ ആവശ്യപ്പെട്ട കിടപ്പിലായ നിക്ഷേപകനെ ബാങ്കിലെത്തിച്ചത് വൻ വിവാദമായിരുന്നു. ബാങ്ക് സെക്രട്ടറിയുടെ നിർബന്ധം കാരണമാണ് ആശുപത്രി കിടക്കയിൽ നിന്നും നിക്ഷേപകനെ ബാങ്കിലെത്തിച്ചതെന്നായിരുന്നു ആരോപണം. നിക്ഷേപകനെ ബാങ്കിൽ വരുത്തരുതെന്ന് അനിൽ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് സെക്രട്ടറി ഇത് അംഗീകരിച്ചില്ല. ആംബുലൻസിൽ എത്തിച്ച് ഒപ്പിട്ട് വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അനിൽ ആത്മഹത്യ ചെയ്തിട്ടും നിക്ഷേപകന് പണം തിരികെ കിട്ടിയില്ല. നേതാക്കൾ പറഞ്ഞ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെ നിക്ഷേപകന്റെ ചികിത്സ തുടരാൻ കഴിയാത്ത അവസ്ഥയാണ്. നിക്ഷേപകന്റെ ഭാര്യയുടെ ഓഡിയോ സംഭാഷണവും പുറത്തു വന്നു. താൻ എല്ലാവരെയും സഹായിച്ചെന്നും എന്നാൽ പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടുവെന്നും അനിൽകുമാർ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. വലിയശാല ഫാം ടൂർ സൊസൈറ്റിക്ക് 6 കോടിയോളമാണ് ബാധ്യതയുണ്ടായിരുന്നത്. സൊസൈറ്റി 6 കോടിയോളം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. സൊസൈറ്റിക്ക് 11 കോടിയുടെ ആസ്തിയുണ്ട്. അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണം. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു.